അരീഷേട്ടൻ നേരത്തെ ഉച്ചരിച്ചത് AMMA എന്നാണ്. ശരിക്കും അമ്മ എന്നുള്ളതാണ് പലരും ഉച്ചരിക്കാറ്. അതിനോട് കുറെ ആൾക്കാർക്ക് വിയോജിപ്പുണ്ട്. ശരി, അരീഷേട്ടന് വിയോജിപ്പുണ്ടോ? അതുകൊണ്ടാണോ AMA എന്ന് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടി CPIM എന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ആരോടും ദേഷ്യം പിടിക്കില്ല, പിണറായി സഖാവും ആരോടും ദേഷ്യം പിടിക്കില്ല. പിന്നെ AMMA എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല, തെറ്റായൊരു വാക്കല്ല, ആ സംഘടനയുടെ പേരാണത്. അത് കൂട്ടി വിളിക്കുന്നവർക്ക് വിളിക്കാം, കൂട്ടാതെയും വിളിക്കാം, കൂട്ടത്തിലില്ലാത്തവർക്ക് കൂടാതെ വിളിക്കാലോ. ഞാൻ ആ കൂട്ടത്തിലില്ല. ഓക്കെ, ഇതിന് വിയോജിപ്പുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനോട് ഈ പേര് കൂട്ടിച്ചേർക്കാതെ ഇതിനെ AMMA എന്ന് വിളിക്കുന്നത്. വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്. വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഇറങ്ങി പോകുന്നത്. ഹരിശേട്ടാ, ഇപ്പൊ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ടോക്ക് നടക്കുന്നത് സിനിമ എന്ന് പറയുന്ന മേഖല ഇവിടെയല്ല. സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള മേഖലയല്ല. സിനിമ പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ള ഒരു സിനിമ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈയിടെ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയായിട്ട് സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ്. ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരുന്ന അല്ലെങ്കിൽ കുറെ യുവതലമുറയിലുള്ള കുറെ പേര് തന്നെ സിനിമ നിൽക്കുമ്പോൾ തന്നെ ബാക്ക്ഔട്ട് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ല, സിനിമ എന്നല്ല, ജീവിതം തന്നെ അങ്ങനെ സെക്യൂർഡായ ഒരു സാധനമല്ലല്ലോ. അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ. ഒരു നമ്മളിങ്ങനെ വളരെ സേഫായ ഒരു സ്ഥലത്ത് കൂടെ എത്തിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തല്ലോ. എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തെന്നി വീണിട്ട് ഈ സൈഡിൽ കൂടിയല്ല നടക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സാധനം, ജീവിതത്തിനുള്ളിലൊരു സാധനമാണല്ലോ സിനിമ. അതിൽ അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അത് സിനിമയുടെ പ്രശ്നമല്ല. അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഓരോന്നിനോടുമുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീകളോടുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അങ്ങനെയൊക്കെ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, ലഹരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട്. ഇതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും. അല്ലാതെ സിനിമയ്ക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേര് വരുമ്പോഴും എൻ്റയർ ആളുകളെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണോ, അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ടോക്ക് വരാറുണ്ട്. അല്ല, അവിടെ നിന്നൊക്കെ കാലം കുറെ മാറിയില്ലേ. തലമുറയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ അവിടെ നിന്ന് ഇപ്പം നമ്മൾ എത്ര അധികം അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി. അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നൊരു സാധനം. പക്ഷെ അതിനൊക്കെ വളരെ കുറവായ ആളുകൾ. അപ്പൊ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ലാന്ന് സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ല. നമുക്ക് എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവർത്തിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വിയോജിപ്പ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത്. ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്.